ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞു കാണും. ബിഗ് ബോസ് താരം ബ്ലെസ്ലി അറസ്റ്റിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ബ്ലെസ്ലി, ദിൽഷ ആൻഡ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇവരൊക്കെയായിരുന്നു ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നല്ല രസമായിരുന്നു അവരുടെ ആ ഒരു കോംബോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഓൾസോ റിയാസും ബ്ലെസ്ലിയും തമ്മിലുള്ള കോംബോസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര തഗ്ഗായിരുന്നു പുറത്തു വിടുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഫസ്റ്റ് റണ്ണറപ്പും ആയ ബ്ലെസ്ലി പിന്നെ ആരും കണ്ടിട്ടില്ല, ഒത്തിരി ആക്റ്റീവോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. അപ്പം ആ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എത്ര ആക്റ്റീവ് ആവാൻ താല്പര്യമില്ല, എനിക്ക് ഫോക്കസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം പൊങ്ങി വന്നിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ബ്ലെസ്ലിയുടെ ഒരു പേര് വെച്ചൊരു കേസാണ് സംഭവം പൊങ്ങി വന്നിരിക്കുന്നത്. അത് മെയിൻലി ഇങ്ങനെയാണ് കേസിൻ്റെ കാര്യം പറയുന്നത്. ജോലി വാഗ്ദാനം ചെയ്തിട്ട് പണം വാങ്ങിക്കുകയും ആ പണം വിദേശത്ത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് കടത്തുകയും ചെയ്യുന്നു. ഇതാണ് സംഭവം വന്നിരിക്കുന്നത്. അതായത് ജോലി വാഗ്ദാനം ചെയ്തിട്ട് പണം വാങ്ങുകയാണ് അവരുടെ കയ്യിൽ നിന്ന്. 10, 12, 20 ലക്ഷം രൂപകളൊക്കെ വാങ്ങിയിട്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ വിദേശത്തേക്ക് ക്രിപ്റ്റോ കറൻസി ആയിട്ട് വിദേശത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. മെയിൻലി എസ്പെഷ്യലി ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ചൈനയിലേക്ക് എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അത് കടത്താനായിട്ട് ഒത്താശ ചെയ്ത് കൊടുത്ത വ്യക്തിയുടെ പേരാണ് ബ്ലെസ്ലി എന്ന് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബ്ലെസ്ലി അറിയാവുന്നതുകൊണ്ട്, ബിഗ് ബോസ് ഫെയിം ബ്ലെസ്ലി അറിയാവുന്നതുകൊണ്ട് ബ്ലെസ്ലി നമുക്ക് മനസ്സിലായി. ഇതടക്കം 12 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. 3 മാസമായിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ബ്ലെസ്ലി ഉണ്ട്. അപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വന്നപ്പോൾ കാക്കൂർ സ്വദേശിയിൽ നിന്നും തുടങ്ങിയ സംഭവമാണ്. അതായത് ഇതിന് മുന്നും ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാക്കൂർ സ്വദേശിയുടെ കംപ്ലയിൻ്റ് അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങി വെച്ചത്. അതായത് ജോലി വാഗ്ദാനം ചെയ്തു കാക്കൂർ സ്വദേശിയെ, അത് 6 ലക്ഷം രൂപ മേടിക്കുകയും പിന്നീട് വിദേശത്ത് പോകുന്ന കാര്യത്തിനെ പറ്റി വിളിക്കുമ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വന്നപ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ടും ഡൗട്ട് അടിച്ചത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് 6 ലക്ഷം രൂപയുടെ കേസ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. 3 മാസം കൊണ്ട് CBI അന്വേഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ബ്ലെസ്ലിയാണ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ചൈനയിലേക്ക് കറൻസി എത്തിക്കാനായിട്ട്, ക്രിപ്റ്റോ കറൻസി ആയിട്ട് ചൈനയിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലെസ്ലിയാണ് എന്നുള്ളത് സംഭവം കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു രീതിയിലുള്ള തട്ടിപ്പാണ്. അതായത് 12 പേര് അടങ്ങിയിട്ടുണ്ട്. അതായത് 12 പേരെക്കാളും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ ഒരുപാട്, അതായത് UK കൊണ്ടുപോകാം, സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോകാം, കാനഡയിൽ കൊണ്ടുപോകാം, ജോലി അവിടെ തരാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജോലി വേണ്ടതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പലരും പല കടം വാങ്ങിച്ചും അതായത് പ്ലഡ്ജ് ചെയ്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, പണം എങ്ങനെയും കണ്ടെത്തി അവർക്ക് കൊണ്ട് കൊടുക്കുന്നു. പക്ഷേ അവർ സത്യസന്ധരാണോ എന്നുള്ളത് നോക്കാം. ബിഗ് ബോസ് ഫെയിം ബ്ലെസ്ലി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവർ ഒത്തിരി വിശ്വസിച്ചുണ്ടാവണം. ബ്ലെസ്ലിനെയൊക്കെ ഒരുപാട് വിശ്വസിച്ചുണ്ടാകും. അതുപോലെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണും. ഇപ്പം നേരിട്ടുള്ള ഇടപാടാണോ ബ്ലെസ്ലിയുടെ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ബ്ലെസ്ലിയാണോ 6 ലക്ഷം രൂപ വാങ്ങിച്ചതെന്നും ഒരു പിടിയില്ല. അപ്പം ഇങ്ങനെയാണ് സംഭവം പോകുന്നത്. ക്രിപ്റ്റോ കറൻസി ആയിട്ട് ചൈനയിലേക്ക് എത്തിക്കുകയും അവിടുന്ന് ഒത്താശ ചെയ്ത് കൊടുത്തു, അത് ചൈനയിലേക്ക് പോകാനായിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തു എന്നാണ് കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ബ്ലെസ്ലിനെ കാക്കൂർ പോലീസ്, അതായത് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 12 പേരുണ്ട്, കൂടുതൽ ആൾക്കാരുണ്ട്. ഇത് കാരണം ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് മുൻതിരുന്നുണ്ട്. എനിവേ സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.